ഹണിമൂൺ ആഘോഷിക്കാൻ പോയ കാളിദാസന്റെയും താരുണ്യോടൊപ്പം തന്നെ മിഥുനത്തിലെ ആളുകളെ പോലെയും സീന് പോലെയും ജയറാമും പാർവതിയും പോയി എന്നാണ് എല്ലാവരുടെയും പരാതി. എന്നാൽ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് പോകുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ സന്തോഷമെന്നും അവരും പറഞ്ഞെത്തുന്നുണ്ട്. എന്തായാലും ചക്കിയും നവനീതും ഒപ്പമുണ്ട് എന്നതാണ് കൂടുതൽ സന്തോഷമെന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ മഞ്ഞിൽ കളിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഈ വീഡിയോയിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന പേരത് പാർവതി എന്നാണ്. മഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പാർവതിക്ക് ഒന്നും കാണാൻ സാധിക്കില്ല. അത്രമാത്രം ആഗ്രഹിച്ചാണ് ഈ സ്ഥലത്തേക്ക് വന്നത്. ശരിക്കും പാർവതിക്കായിരുന്നു ഈ സ്ഥലത്തേക്ക് വരണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നത്. ഇപ്പോഴിതാ നവനീതും പാർവതിയും കൂടി ഒരുമിച്ച് മഞ്ഞിൽ നിന്ന് കയറാതെ കളിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ജയറാമിനാണെങ്കിൽ തന്നെ വളരെയധികം ടെൻഷനുണ്ട്. പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊക്കെ തന്നെയും ജയറാമിന് വളരെയധികം ടെൻഷനാണ് എന്ന് പാർവതി പറഞ്ഞിട്ടുണ്ട്. താഴെ ഇറങ്ങുക എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്ന ജയറാമിനെയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നവനീതും പാർവതിയും. അപ്പ അങ്ങനെയൊക്കെ പറയും, അമ്മ ഇരിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് പാർവതിക്ക് പിന്തുണയുമായി നവനീത് കൂടെ എത്തിയപ്പോൾ പാർവതിക്ക് ഇരട്ടി ബലമായി. അതോടെ പാർവതി മഞ്ഞിൽ നിന്ന് ഇറങ്ങാതെ നിൽക്കുകയാണ്. മഞ്ഞിൽ വെച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു. ഇവരുടെ വാർത്ത കാണാൻ തന്നെ നല്ല രസമുണ്ട് എന്ന് പറയുന്നു. ഒരു ട്രിപ്പ് പോയതുപോലെയാണ് ഇവർ ഹണിമൂണ് പോയത്. വിവാഹത്തിന് ശേഷം ഇങ്ങനെ ഒരു ട്രിപ്പ് പോകണമെന്ന് ഇവർക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ 6 പേരും ഒരുമിച്ച് എത്തിയത്. അതോടൊപ്പം തന്നെ ജയറാമിൻ്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം. അവരുടെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു ജയറാമിൻ്റെ പിറന്നാളും. ഇതൊരു പിറന്നാൾ സമ്മാനം കൂടിയാണെന്നാണ് ജയറാം പറയുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ 2ാം ഹണിമൂൺ ഒന്നുകൂടെ ലഭിച്ചു. ആ സന്തോഷത്തിലാണ് ഞങ്ങളുള്ളതെന്നാണ് ജയറാം പറയുന്നത്. ജയറാമിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുവെന്ന് പ്രേക്ഷകർക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കുന്നു. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ജയറാമിൻ്റെ വാർത്തകൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നത്. ജയറാമിനെ മാത്രമല്ല ജയറാമിൻ്റെ കുടുംബവും ഇപ്പോൾ അവർ മഞ്ഞി കളിക്കുന്നതാണ് എന്നും അവർ ഹണിമൂണിന് പോയിരിക്കുകയാണെന്നും എവിടെയാണ് പോയതെന്നും ആരൊക്കെയാണ് പോയതെന്നും ഉൾപ്പെടെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ പിന്നാലെയാണ് ആരാധകർ. ഇവരുടെ പിന്നാലെ ഇരുന്ന് ഫോളോ ചെയ്യുന്നുണ്ട് ആരാധകർ. ഫോളോ ചെയ്ത് എല്ലാ കാര്യങ്ങളും അറിയുന്നുമുണ്ട് എന്ന് പറയുന്നു. ഇതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളെല്ലാം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് കാളിദാസ് ഇപ്പോൾ പാർവതിയുടെ പുറകെ നടന്ന പാർവതിയുടെ സന്തോഷമെല്ലാം ഒപ്പിയെടുക്കുന്നു. പാർവതിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുണ്ട്. പാർവതിക്ക് ഇത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇത് പാർവതിയുടെ ഹണിമൂൺ പോലെ ആഘോഷിക്കുകയാണ്. അതായിരുന്നു കണ്ണനും താരണിക്കും വേണ്ടത്, പാർവതിയുടെ സന്തോഷം. അത് ലഭിച്ചപ്പോൾ അവരും വളരെയധികം ഹാപ്പിയായി. ഇങ്ങനെയാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയാണ് പാർവതി. ഇത്രയും നാളായി തന്നെ സിനിമയിൽ സജീവമല്ലാതെ നിൽക്കുകയാണെങ്കിൽ പോലും നല്ലൊരു അമ്മ എന്ന നിലയിലും മികച്ച ഒരു അഭിനേത്രി എന്ന നിലയിലും പണ്ട് നല്ല കഥാപാത്രങ്ങൾ തന്ന നായിക എന്ന നിലയിലുമൊക്കെ പ്രേക്ഷകർ ഇപ്പോഴും ഓർത്തിരിക്കുന്നുവെന്ന് പറയുന്നതാണ് സത്യം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഈ വാർത്ത ഏറ്റെടുക്കുക. എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം പാർവതി മഞ്ഞിൽ കളിക്കുന്നത് കണ്ടപ്പോൾ തന്നെ കൊച്ചുകുട്ടിയെ പോലെ തോന്നുന്നു എന്ന് പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.